രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിക്കുന്ന കടുത്ത നിലപാടുകളുമായി NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജ് രംഗത്തെത്തിയിരിക്കുകയാണ്. ക്രൈസ്തവ സഭയ്ക്കും സഭയുടെ മുഖപത്രമായ ദീപികയ്ക്കുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഷോൺ ഉയർത്തിയിരിക്കുന്നത്. സഭ BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ തിരിച്ചും നിലപാട് മാറ്റേണ്ടി വരുമെന്ന ഷോൺ ജോർജിന്റെ പരസ്യമായ മുന്നറിയിപ്പ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. KC വേണുഗോപാലിനെയും ജോസ് കെ മാണിയെയും കൊണ്ട് സഭയ്ക്ക് എന്ത് ഗുണമുണ്ടായെന്നും സഭാ സ്ഥാപനങ്ങളുടെ വിദേശ ഫണ്ട് തടയപ്പെടുമായിരുന്ന FCRA ബില്ല് മാറ്റിവെപ്പിച്ചത് BJP സർക്കാരാണെന്നുമുള്ള ഷോണിന്റെ അവകാശവാദം വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള തന്ത്രമായാണ് വിലയിരുത്തപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് കളത്തിൽ എതിർ സ്ഥാനാർത്ഥിയായ മാണി സി കാപ്പനെ പരിഹസിച്ച ഷോൺ ഇക്കുറി പാലായിൽ തനിക്ക് 55,000-ൽ പരം വോട്ട് ലഭിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഇതാദ്യമായി അച്ഛനും മകനും ഒരേ തിരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികളായി ജനവിധി തേടുന്നു എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. പൂഞ്ഞാറിൽ PC ജോർജും പാലായിൽ ഷോൺ ജോർജും നടത്തുന്ന ഈ പോരാട്ടം ജോർജ് കുടുംബത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന്റെയും വളർച്ചയുടെയും പോരാട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. സ്വന്തം പാർട്ടിയായ കേരള ജനപക്ഷം BJPയിൽ ലയിപ്പിച്ച ശേഷം PC ജോർജിന് ദേശീയ നിർവാഹക സമിതിയിലും ഷോണിന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനവും നൽകിയ BJPയുടെ തീരുമാനം ശരിവെക്കേണ്ട ബാധ്യത ഇവർക്കുമുണ്ട്. മറുഭാഗത്ത് അന്തരിച്ച നേതാവ് KM മാണിയുടെ ചരമവാർഷികം നൽകുന്ന സഹതാപ തരംഗത്തിലും ഇടതുപക്ഷത്തിന്റെ വോട്ടുകളിലും ജോസ് കെ മാണി വിഭാഗം പ്രതീക്ഷയർപ്പിക്കുമ്പോൾ സഭയുടെയും ജോസ് വിരുദ്ധരുടെയും വോട്ടുകൾ തനിക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് മാണി സി കാപ്പൻ. എന്നാൽ സഭയുമായി കൊമ്പുകോർത്തും BJPയുടെ കേന്ദ്ര സ്വാധീനം ഉയർത്തിക്കാട്ടിയും ഷോൺ ജോർജ് നടത്തുന്ന നീക്കങ്ങൾ പാലായിലെ പരമ്പരാഗത വോട്ടിംഗ് ശൈലിയെ മാറ്റിമറിക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. പാലാ ഫലം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ മേഖലകളിൽ BJPക്ക് എത്രത്തോളം വേരോട്ടമുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു ലിറ്റ്മസ് ടെസ്റ്റ് കൂടിയായി മാറും.